പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ അവരെ അരികിൽ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു യോർദാനക്കരെ യഹൂദ്യയുടെ അതിരോളമെത്തി ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ശുശ്രൂഷ നിർബാധം തുടരുകയാണ്. ആ സമയത്ത് ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് മറ്റൊന്നിനുമല്ല, ആ കുഞ്ഞുങ്ങളെ യേശു കൈവച്ച് അവരെ തൊട്ട് അനുഗ്രഹിക്കണം. ആ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ഈ നല്ല ഗുരുവാകുന്ന അത്ഭുതങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ഈ ദൈവപുത്രനായ യേശു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഇതാ ശിഷ്യന്മാർ അവരെ വിലക്കി. വേണ്ട, ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കിയപ്പോൾ യേശു കുഞ്ഞുങ്ങളെ വിലക്കിയ ശിഷ്യന്മാരെ വിലക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ശിശുക്കളെ പോലെ നിർമ്മലത, നൈർമല്യം, യാതൊരു പകയില്ല, അസൂയയില്ല, മറ്റ് ദ്വന്ദ്വപക്ഷമില്ല, മറ്റ് യാതൊരു വിചാരങ്ങളുമില്ല. സത്യസന്ധമായ നിർമ്മലമായ ജീവിതം. അത് കഴിഞ്ഞ് യേശു ചെയ്തതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരെ അണച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് എളുപ്പം മനസ്സിലാക്കാൻ, യേശു ആ കുഞ്ഞുങ്ങളെ ആശ്ലേഷിച്ചു അഥവാ ഹഗ് ചെയ്തു. അവരെ അണച്ചിട്ട് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും അടുത്തു വരുമ്പോൾ നമ്മളെ അതിൽ നിന്നും മാറ്റിക്കളയുന്ന, പിൻപിലോട്ട് വലിക്കുന്ന, തടഞ്ഞു നിർത്തുന്ന അനേകം ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല വിധത്തിലുള്ള ചിന്തകൾ, വിചാരങ്ങൾ, ആളുകൾ, നമ്മുടെ ഉറ്റ സ്നേഹിതരാണെന്ന് നാം കരുതുന്ന പലരും നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവരല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ, ആരോഗ്യത്തിൽ, കഴിവിൽ, സൗന്ദര്യത്തിൽ അവർ പടിപടിയായി ഉയരുന്നതൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും അവരെല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവർ വളരെ വിരളമാണ് എന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. എന്നാൽ ആരെല്ലാം എതിർത്താലും ആരെല്ലാം തടഞ്ഞാലും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആകയാൽ അനുഗ്രഹം പ്രാപിക്കുവാനായി ഇറങ്ങിത്തിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ അനുഗ്രഹം നാം പ്രാപിക്കുന്നതിനിടയിൽ പലവിധ തടസ്സങ്ങൾ, അറിയാവുന്നതും
അറിയാത്തതുമായി, പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായി അനേക സംഭവങ്ങൾ നമുക്കിടയിൽ നടന്നേക്കാം. പർപ്പസ്ലി ചിലർ നടത്തിയേക്കാം. എന്നാൽ അനുഗ്രഹിക്കുവാൻ തമ്പുരാൻ തയ്യാറാണ്. അനുഗ്രഹം സ്വീകരിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ആ അനുഗ്രഹം നാം പ്രാപിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഈ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും സ്വർഗത്തിലെ ദൈവം തന്റെ ആ കരം വെച്ച് അനുഗ്രഹിക്കട്ടെ, തന്റെ മാർവോട് ചേർത്ത് അണയ്ക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെ തമ്പുരാൻ ഏറ്റെടുക്കട്ടെ. ഈ രാവിലെ ഏത് വിഷയത്തിലാണ് പ്രിയമുള്ളവരെ താങ്കൾ ഭാരപ്പെടുന്നത്? ജോലിയിൽ നേരിടുന്ന സ്ട്രെസ്സാണോ? നിങ്ങൾ ഒരിക്കലും ഇൻവോൾവ് ആകാത്ത വിഷയത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതികൂലമാണോ? സാമ്പത്തിക ബാധ്യതകളാണോ? കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാണോ? വിദേശത്ത് പഠിക്കുന്നവർ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, അല്ല, നിങ്ങൾ ആരംഭിച്ച നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന വിടവുകൾ, പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ സമയം കണ്ടെത്തുവാൻ പറ്റാതെ വണ്ണം പലവിധ കാര്യങ്ങളിൽ മുഴുകി ദൈവകൃപയിൽ നിന്നും പിന്മാറ്റത്തിലേക്ക് പോകുന്നവർ എന്നെ കേൾക്കുന്നുവോ? ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് വിട പറഞ്ഞ് കർത്താവ് നിങ്ങളുടെ മേൽ കരം വെച്ച് അണയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ മേൽ അസ്വർഗീയ അനുഗ്രഹം നിറപടിയായി ചൊരിയട്ടെ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങളെയും, നിങ്ങളോടൊപ്പമുള്ളതും വിദൂരങ്ങളിലായിരിക്കുന്നതുമായ നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും സകലരെയും തമ്പുരാൻ തന്റെ ആണിപ്പാടുള്ള കരം വെച്ച് അണച്ച് അനുഗ്രഹിച്ച് കൃപയോടെ നടത്തട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പുത്തൻ ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. അങ്ങയിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ ആവേശത്തോടെ, ആഗ്രഹത്തോടെ അടുക്കുമ്പോൾ അങ്ങയിലേക്ക് എത്തിക്കാതെ വണ്ണം, അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വീഴാതെ വണ്ണം ഞങ്ങളെ അകറ്റുന്ന അനേക സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട് എന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ആ പ്രശ്നങ്ങളെയെല്ലാം പ്രാർത്ഥനയോടെ നേരിട്ട് അതിജീവിച്ച് അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ച് അനുഗ്രഹം പ്രാപിക്കുവോളം അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങയുടെ അനുഗ്രഹം പ്രാപിച്ച് നിത്യരാജ്യത്തിന്റെ അംശങ്ങളായി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ സാക്ഷിപ്പാനും സേവിപ്പാനും അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിപ്പാൻ കർത്താവ് മതിയായവനാണ്. ആ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ മേൽ സ്പർശിക്കാതിരിക്കുവാൻ ശത്രു വിവിധങ്ങളായിട്ടുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. അവയിലൊന്നും വീഴാതെ ആ കർത്താവിന്റെ കരം നമ്മുടെ മേൽ സ്പർശിച്ച് പരിപൂർണ അനുഗ്രഹം പ്രാപിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ ജീവിപ്പാൻ, സ്വർഗീയ നന്മകൾ പ്രാപിപ്പാൻ ജീവജലത്തിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.